അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഇനി അതേപോലെ മുന്നോട്ട് പോയാൽ പറയും. ഇപ്പൊ മണിച്ചേട്ടനെ പലരും ചോദിച്ചിട്ടുണ്ട്, പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. മണിച്ചേട്ടന്റെ മുമ്പില് അഭിനയിച്ചിട്ടുണ്ട്, വസന്ത രക്ഷയില് അവതരിപ്പിച്ച് കാണിക്കുന്ന ഭാഗ്യമുണ്ട്. അതുണ്ടായപ്പോൾ ഞാൻ ആദ്യം വേറെ ആർട്ടിസ്റ്റിനോടാണ് ഞാൻ ചോദിച്ചത്, ചേട്ടാ ഞാനിങ്ങനെ മണിച്ചേട്ടന്റെ വസന്ത രക്ഷയിലെ ശബ്ദം ചെയ്യും, അപ്പുറം കേൾപ്പിക്കുന്ന പറയുമ്പോൾ ഞാൻ എടുത്ത് പിള്ളേർ ഇതിലൊന്നും നട്ട് എന്റെ മോൻ ചെയ്യൂല്ലോ എന്ന് പറയും. ഇന്ന് മലയാള സിനിമയിൽ ഒരു താരമാണ് മകനും അച്ഛനും, ഞാൻ പേര് പറയണ്ട. അപ്പോ എനിക്കത് വിഷമായി പോയി. കാരണം പിന്നീട് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ പടം നല്ലതാണെന്ന് ഞാൻ പല ഇതിലും മീഡിയ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്ന് പറയാം, പക്ഷെ മണിച്ചേട്ടൻ ഒരു വാക്കേണ്ടതുണ്ട്, കുറച്ചുകൂടെ നന്നാക്കാണ്ടേ, നീ ശരിക്കും നന്നാക്കേ, മിടുക്കനായി വാ എന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ടല്ലോ. അപ്പൊ നമുക്കത് ഭയങ്കര എനർജിയാ. അന്ന് ഞാൻ ചെയ്ത ഈ സാധനം, മോളെ വസന്തി എന്ത് കിടപ്പാടി കിടക്കണേ, കൊച്ചെണ്ണ പോലെ തിരിക്കി കണ്ടില്ലേ, എല്ലാം മെയിൻ കൊത്തിരുത്തുന്ന തോന്നല്ല, അമ്മേ അച്ഛാ ഇവിടെ കാണണ്ടേ, മോളെ വസന്തി ഒച്ചേട്ട പോലെ തിരിക്കി കണ്ടില്ലേ, അല്ല ചേട്ടാ ഇവളെ തെക്കേപ്പുറത്ത് എന്നോട് പറയാണ്ട് പോയി ഇങ്ങനെ കഴുതക്കുട്ടി. അല്ല തോമസാറ് വന്നോ, തോമസാറ് പാവാ എന്താ വാസന്തിനെ പോസ്റ്റോട്ടിൽ നിന്ന് വെട്ടിക്കരാണ്ട് തന്നീനി, ഞാൻ എങ്ങനെയാ നന്ദി പറഞ്ഞറിയില്ല. തോമസാറ് ഭാവാ, രാമാചാരി പാവാ, ആമാചാരി പാവാ, തോമാചാരി പാവാ, തോമസാറ് പാവാ. എന്റെ വാസന്തിനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വീട്ടില്ല ഞാൻ, അയാള് ചത്തോ, എനിക്ക് കണ്ടുപോകണ്ട, അച്ഛ ലോകം എനിക്ക് കണ്ടുപോകണ്ട, പോവാ. ഞാൻ വേറെ നമ്മളെ അല്ല ഞാൻ ചോദിച്ചു എത്ര പേര് സൗണ്ട് എടുക്കാൻ അറിയാം, എത്ര പേര് ചെയ്യാൻ അറിയാം മൊത്തത്തില്? 10-15 പേരൊക്കെ ചെയ്യാം. അല്ല നിങ്ങൾക്ക് അപ്പൊ അതൊക്കെ ചെയ്ത് വെറുതെ സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് ചോദിച്ചാ. അല്ല അങ്ങനെ സിനിമയിൽ എത്ര പേരുണ്ട്? തീർച്ചയായിട്ടും ഇപ്പൊ മഹേഷ് കുഞ്ഞുമോൻ അറിയില്ലേ? ഇത് തീർച്ചയായും മഹേഷ്. പിന്നെ വേറെ കാര്യം പറട്ടെ, നമുക്ക് ഈ ഒരു നടനെ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നറിയാം, ഇനി ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം, അപ്പൊ പൊന്നപ്പനല്ല തക്കപ്പൻ, തനി തക്കമല്ലേ, സത്യാവേ ആരാ വന്നിരിക്കെ കണ്ടു, പൊന്നപ്പൻ അല്ല തക്കപ്പൻ. എടാ എന്തോ സിനിമാതാര വേണ, ഓ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റല്ലോ. ഇനി വേണമെങ്കിലും എടുക്കാം, രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ ഈ സീതയോട്, ആദ്യമേ ഇരിക്കുന്ന ജനങ്ങളോട് ബൊക്കെ ഹാരം മാല ഹെതുവ എറിയുകയാണെങ്കിൽ ആദ്യമേ തന്നെ എറിയുക, ഞങ്ങളുടെ പാട്ട് തുടങ്ങുമ്പോൾ എറിയരുത്, ചീമൊട്ടയാണെങ്കിൽ ബാക്കി കൊണ്ട് തന്നെ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ എടത്തി പറമ്പച്ചി. ഇപ്പൊ ചില ന്യൂ ജനറേഷൻ പിള്ളേര് പറയുന്നു അടിച്ചുപൊളി പാട്ട്, ഞാൻ പാടി പാൽക്കാരി പാട്ട പാലതായോ, പാലത്തിലൂടെ പാചകമായോ. അടിപൊളി. അപ്പൊ ജയസൂര്യ ചേട്ടനല്ലേ, ജയസൂര്യ എന്നെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. ജയസൂര്യ ചേട്ടനായിട്ട് ഞാൻ ബന്ധം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുണ്ട് അൻസാർ മാറാടി, കഥകളും ആൽബമൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാനും അൻസാറും കൂടെ ഈ സിനിമയുടെ ഇത് പുറകോട്ടും മലർവാടി ക്ലബിന്റെ പൂജയ്ക്ക് പോവും. സുബേറൊക്കെയല്ലേ മരിച്ചുപോയ, സുബേർക്ക കഷണ്ടി പഴയ പടത്തിലാണ്. സുബേർക്കായിട്ട് നല്ല സൗഹൃദമായിരുന്നു. പിന്നെ ആരോ മോഹൻ ചേട്ടൻ, മറ്റേ പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകൻ ചേട്ടൻ. അപ്പൊ അങ്ങനെ ടൈഗർ സിനിമയുടെ സെറ്റിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ജയസൂര്യ ചേട്ടനായിട്ട് കണക്ഷനായി. ജയസൂര്യ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകും. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, ജയസൂര്യ ചേട്ടൻ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ജയസൂര്യ ചേട്ടൻ്റെ മുമ്പിൽ മിമിക്രി കാണിക്കുമെന്ന് പറയുമ്പോൾ ജിസ്മോൻ ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ജസ്റ്റ് പോയി പ്രണയവനത്ത് പോലും ഞാൻ പ്രൊഡക്ഷൻ പോയി ആയിരുന്നു. ചേട്ടൻ പറയും ഞാൻ ചേട്ടൻ നമസ്കാരം ഉണ്ട്, എടാ അങ്ങനെയല്ല ഇച്ചിരി ഇടതൊക്കെ എന്നുള്ള രീതിയിൽ. പിന്നെ അങ്ങനെയൊക്കെ നമുക്കൊരു സന്തോഷമുള്ളൊരു ഇതായിരുന്നു അവരൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ പുള്ളി അവതരിപ്പിച്ചിരുന്നത് MS ചേട്ടൻ്റെ സൗണ്ടാണ്, ജയസൂര്യ ചേട്ടൻ. കാരണം പുള്ളിയുടെ നാട്ടുകാരൻ പേട്ടയിലാണല്ലോ MS ചേട്ടൻ. അപ്പൊ ഈയിടെ മീനൂസ് കിച്ചൺ എന്ന് പറഞ്ഞ സീരിയലിന്റെ ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പെങ്ങളെ ഞാൻ കണ്ടു. അപ്പൊ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ
MS പോണത്തറ സാറിന്റെ സൗണ്ട് ഒന്ന് ചെയ്തു കൊടുത്തു. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവതരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു മെയിൽ ഇതൊക്കെ എങ്കിലും ഞാനൊന്ന് ചെയ്യാം. ഗുരുവായൂരപ്പ, എന്താ പറയാ, ഈ പ്രേമന്തൻ ആളൊരു ജഗജല്ലാടിയല്ലേ. കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇയാളുടെ പാട്ടും വേണമല്ല, കുട്ടിക്ക് ഇഷ്ടപ്പെടും, നല്ലൊരു പയ്യനാ. പിന്നെ ആളുകൾ പറയും താനും ഒരു പാട്ട് പാടുന്നു. ഞാനും പാടി മുക്കാലാ. അപ്പൊ ഈ സൗണ്ട് കേട്ടപ്പോ പുള്ളിക്ക് നമുക്കത്ര ഇതല്ല, പക്ഷെ അവരുടെ ഒരു കണ്ണിലൊരു മരിച്ചു പോയ ഒരു സൗണ്ട്. അങ്ങനെ ഒരു കഴിവുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. അതില് തീർച്ചയായിട്ടും. കാരണം പിന്നെ സുരാജ് ചേട്ടൻ എന്റെ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ. കാരണം സുരാജ് ചേട്ടനാണ് ഈയിടെയാണ് സുരാജ് ചേട്ടൻ ആ ഒരു സ്റ്റോറി ഓർത്തത്. കാരണം എന്നെ പിടിച്ച് ചേർത്ത് നിർത്തി സുരാജ് വെഞ്ഞാറമൂട്. ഞാൻ രസികൻ സിനിമയിൽ പ്രൊഡക്ഷൻ പോയി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു പാട്ട് നമ്മുടെ കലൂര് മണപ്പാട്ടി പറമ്പ് ഇല്ലേ, കലൂര്, അവിടെ ദളവാത്തരവ് ഇങ്ങനെ സെറ്റ് ഇട്ടിട്ട് നീ വാ മാടി മോഹൻലാൽ അടിച്ച് അതിന്റെ ഷൂട്ടായിരുന്നു. അബീക്ക ഉണ്ടായിരുന്നു. ദൈവമേ, അബീക്ക പ്രണാമം. അപ്പൊ അബീക്ക കണ്ടത് സുരാജ് ചേട്ടൻ അബീക്കയുടെ ഗ്യാങ് ഉള്ള ഇതാണ്. അപ്പൊ ഇങ്ങനെ കട്ടൻ കാപ്പി കൊണ്ടുപോയി ഞാൻ കൊടുക്കും. അപ്പൊ അന്നേരം പുള്ളി കുറച്ച് മിമിക്രി ചെയ്യിപ്പിക്കും. ആ സമയത്ത് മൊബൈൽ ഫോൺ കുറവാ, വീട്ടിലെ നമ്പറൊക്കെ ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരാത്മബന്ധമാണ് ഞങ്ങൾ ഒരാഴ്ച കൊണ്ട്. അപ്പൊ ഈയിടെ ഒരു സിനിമയുടെ ഇതിൽ പോയപ്പോൾ പുള്ളിയോട് ഞാനത് പറഞ്ഞത്, ഈടാ നീയോ, കാരണം ആ പഴയ ആ ഒരു ഓർമ്മയില്. പക്ഷെ അതൊരു സന്തോഷം തോന്നുന്നു, കാരണം അദ്ദേഹം പിന്നീട് ക്ലാസ്മേറ്റിലൂടെ വലിയൊരു നിർണയമായി പോയി. അപ്പൊ അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ, അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്തായിരിക്കും താങ്കളുടെ ഒരു നില എങ്ങനെയായിരിക്കും? നിലയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും ലക്ഷ്യം സിനിമയാണല്ലോ. പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞൊരു സിനിമ, അത് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം 1-2 സീനിൽ നല്ല നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ്. മഹാരാജ് കോളേജിലായിരുന്നു എൻ്റെ ഷൂട്ട്. അപ്പൊ അതായത് സീനിയർ ഇതായിട്ടാണ് മറ്റേ കമ്മട്ടിപ്പാടത്തിൽ ദുൽഖറിന്റെ ചെറുപ്രായം ചെയ്ത പയ്യനാണ് നായകനായിട്ട് ചെയ്തത്. പ്രേംകുമാർ ഏട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ ആ ഒരു പടത്തിൽ നല്ലൊരു ചെയ്തു. പിന്നെ ചോല വിസ്കി, ഗുലാന്റെ തട്ടുകട, അങ്ങനെ കുറച്ച് സിനിമകൾ വരാനുണ്ട്. നായകനായ പടം പറഞ്ഞല്ലോ, അതത്ര ശോഭിച്ചില്ല. പക്ഷെ മാസ്റ്റർ മനാഫ് അതിനാടിന് സുമേഷ് കുട്ടിലക്കിനൊക്കെ നന്ദി പറയുന്ന സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചത്. ഇനിയും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്, അഭിനയിക്കാനുള്ളൊരു ഇതുണ്ട്. സജീവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ആരെ പേര് പറഞ്ഞില്ല, നമ്മൾ ഒരുപാട് ഒരാളെ കാണാൻ ഇപ്പൊ 2 ഫോട്ടോ അവിടെ കൊണ്ടുവച്ചിട്ട് വിളിക്കാന്ന് പറയുന്നുണ്ട്. ഒരാഴ്ച ഞാൻ ഈ കെട്ടറമ്പണിക്ക് പോകാറുണ്ട്. ആ പൈസ കിട്ടുമ്പോൾ ഞാൻ എന്നിട്ട് പാലക്കാടൊക്കെ പോയിട്ടുണ്ട് ഒരു സിനിമയുടെ സെറ്റില്. അവിടെ ചെന്നിട്ട് നമ്മൾ കണ്ടിട്ട് അപ്പൊ അവർ വിളിക്കാം, നമ്പർ തന്നേരെന്ന് പറയും. ആര് വിളിക്കാൻ പോയിട്ടുണ്ടോ, ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പലരും പറയും. സെറ്റുകളിൽ നമ്മൾ വിളിക്കും, കാരണം ഇന്ന ദിവസം വിളിക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമ തീരുന്നവരെ അവർ ഫോൺ എടുത്ത് ചരിത്രമില്ലാണ്ട് ഉള്ള അനുഭവം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എടാ നിനക്കൊന്ന് വിളിക്കാൻ പാടാ, നിനക്ക് സീൻ ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞ എത്രാമത്തെ വിളി വിളിക്കണേ എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓടി കയറി ചെന്ന് പറ്റില്ല സിനിമയിൽ. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കാണുമ്പോൾ അവര് നമ്മൾ ചിലപ്പോൾ ഒരു ഇതാവും. അതുകൊണ്ട് പറയാം, ഒരു സിനിമയിൽ എനിക്ക് ശരിക്കും ഒരു വേഷം പറഞ്ഞിരുന്നതാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കണ്ട് കെട്ടിപ്പിടിച്ചെന്ന് ഫോട്ടോ എടുത്ത് പുള്ളി എനിക്കൊരു വേഷം പറഞ്ഞ ആളാണ്. പക്ഷെ ആ പടത്തിന്റെ അവസാന നിമിഷം വരെ ഞാൻ വിളിച്ചിട്ടുണ്ട് പുള്ളിനെ. പുള്ളി വിളിക്കുമ്പോഴൊക്കെ മാന്യമായിട്ട് പറയും, എടാ അടുത്ത ആഴ്ച വിളിക്കട്ടോ, എന്തെങ്കിലും ആഡ് ചെയ്യാം, എറണാകുളത്ത് വരട്ടെ, ആഡ് ചെയ്യാം. അപ്പോ ചേച്ചി എന്തായിരിക്കും ഫ്യൂച്ചർ പ്ലാൻസ്? അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു.